BJP 50 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ 48 ഇടത്ത് RJD ലീഡ് ചെയ്യുന്നു എന്നാണ് കണക്ക്. 47 ഇടത്തേക്ക് ഇപ്പോൾ RJDയുടെ ലീഡ്. 49 ഇടത്ത് BJP. ഇഞ്ചോടിഞ്ച് ഫൈറ്റ് RJD BJP തമ്മിലുണ്ട്. പക്ഷേ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാഗഡ്ബന്ധനിലെ മറ്റ് പാർട്ടികളുടെ പെർഫോമൻസ് അത് മോശമാണ്. ആദ്യ ട്രെൻഡുകൾ അതാണ് സൂചന നൽകുന്നത്. 47 ഇടത്ത് RJD ലീഡ് ചെയ്യുമ്പോൾ 7 കോൺഗ്രസ്. 67 ഇടത്ത് RJD ലീഡ് ചെയ്യുമ്പോൾ 8 കോൺഗ്രസ് ലീഡ്. പുതിയ അപ്ഡേറ്റ്. 67 ഇടത്ത് RJD, 8 ഈ കോൺഗ്രസ്. ഇപ്പോഴത്തെ 78-ൽ 68ഉം RJDയുടെ സംഭാവനയാണ് നോക്കണം. അതായത് മഹാഗഡ്ബന്ധനിലെ മറ്റു പാർട്ടികൾ ഗഡ്ബന്ധനാണ്, പക്ഷേ RJD ഒഴികെയുള്ള മറ്റു പാർട്ടികൾ അങ്ങേയറ്റം ദുർബലമായ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഒരു സീറ്റിൽ, കേവലം ഒരു സീറ്റിൽ ലീഡുണ്ട്. CPIML ഒരു സീറ്റിൽ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഒരു സീറ്റിൽ, 8 സീറ്റിൽ കോൺഗ്രസ്. 66 ഇടത്ത് RJD, 8 കോൺഗ്രസ്. VIP ഇപ്പോൾ ആ ലീഡ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ലെഫ്റ്റ് ഒരിടത്ത്. അതായത് RJDയെ സംബന്ധിച്ച് RJDക്ക് അവരുടെ തട്ടകങ്ങളിൽ, യാദവ തട്ടകങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമ്പോഴും സഖ്യകക്ഷികൾക്ക് ദുർബലമായ പ്രകടനമാണ് ലീഡ് ഉയർത്തുകയാണ്. 53-53. BJP 53 ഇടത്ത്, JDU 53 ഇടത്ത്. JDU ലീഡ് ഉയർത്തുകയാണ്. RJDയുടെ ലീഡ് 66. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പോഴത്തെ ട്രെൻഡിൽ RJD തന്നെയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കഴിഞ്ഞ നിയമസഭയിലും RJD തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 75 സീറ്റായിരുന്നു. 74 ഇടത്തായിരുന്നു അന്ന് BJP വിജയിച്ചത്. ഇക്കുറി ഇതപ്പോൾ BJP 53 ഇടത്ത്. അതേ സഖ്യത്തിൽ നിന്ന് NDA സഖ്യത്തിൽ തന്നെ BJP 53 ഇടത്തും 53 ഇടത്ത് JDU ലീഡ് ചെയ്യുന്നു എന്നതാണ് കണക്ക്. 108 സീറ്റുകളിലാണ് ആകെ ബീഹാറിൽ ഇപ്പോൾ വോട്ടെണ്ണൽ. 1 മണിക്കൂറിലേക്ക് 9 മണിയിലേക്ക് എത്തുമ്പോൾ 108 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. 75 മഹാഗഡ്ബന്ധന്റെ ലീഡ് താഴ്ന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റിന്റെ പ്രതീതിയായിരുന്നു ആദ്യ മണിക്കൂറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ EVM മെഷീനിലെ പുതിയ കൗണ്ടുകൾ പുറത്തു വന്നപ്പോൾ വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ വ്യത്യാസം വീണ്ടും വലുതാകുന്നു. 108 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. 75 സീറ്റുകളിലാണ് ഇപ്പോൾ MGBയുടെ മുന്നേറ്റമുള്ളത്. 108 ഇടത്ത് നിതീഷ് ലീഡ് ചെയ്യുകയാണ്. NDA ലീഡ് ചെയ്യുകയാണ്. BJPയും JDUവും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതേസമയം RJD ആണ് ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ള ഒറ്റക്കക്ഷി. 108 എന്നുള്ളത് 110 ആക്കാം. 110 ഇടത്ത് ലീഡ് ചെയ്യുമ്പോൾ അവിടെ 55 ഇടത്ത് BJPയും 55 ഇടത്ത് JDUവും എന്നുള്ളതാണ് കണക്ക്. 110-ൽ 2 പാർട്ടികളും പകുതി സീറ്റുകൾ ഷെയർ ചെയ്യുന്നു. അതായത് ഈക്വലായ തുല്യമായ പ്രകടനം മഹാഗഡ്ബന്ധനെ അപേക്ഷിച്ച് NDA നടത്തുന്നു. അവിടെ 2 പാർട്ടികളും JDUവും അതുപോലെ തന്നെ BJPയും തുല്യമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മറുവശത്ത് മഹാഗഡ്ബന്ധനിൽ RJD മാത്രമാണ് പെർഫോം ചെയ്യുന്നത്. കോൺഗ്രസും ഇടത് പാർട്ടികളും അതുപോലെ തന്നെ VIPയും വളരെ മോശം പെർഫോമൻസിലേക്ക് പോകുന്നത് കൊണ്ടാണ് MGBയുടെ സീറ്റ് നില താഴ്ന്നിരിക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ കാണിക്കുന്ന 75 സീറ്റിൽ 65-ൽ 66 RJDയുടെ സീറ്റുകളാണ്. മഹാഗഡ്ബന്ധനിലെ 75 സീറ്റിൽ 66-ലും RJD ആണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് വെറും 8 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇടത് പാർട്ടികൾ CPIML ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇത്തവണ ഇടത് പാർട്ടികൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആദ്യത്തെ 1 മണിക്കൂറിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 111-75 എന്ന നിലയിലേക്ക് വരുന്നത്. 120 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. 120 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. 74 മഹാഗഡ്ബന്ധന്റെ ലീഡ് ഇടിയുകയാണ്. ആദ്യത്തെ 200 സീറ്റിന് മുകളിലുള്ള ഫലസൂചനയാണിത്. ആദ്യത്തെ 201 സീറ്റുകളിലെ ഫലസൂചനയാണിത്. 201 സീറ്റുകളിലെ സൂചന പുറത്തു വരുമ്പോൾ 120 ഇടത്ത് NDA ലീഡ് ചെയ്യുകയാണ്. 74 സീറ്റുകളിലാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്.